വെസ്റ്റ് ബംഗാളിൽ അവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ആളെ സുവേന്ദു അധികാരി എന്താക്കി, ചീഫ് സെക്രട്ടറി ആക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിനെ രാഹുൽ ഗാന്ധി എതിർത്തു. രാഹുൽ ഗാന്ധി അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇതാണ് CPIM ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാരലൽ അതിൽ ഒരുപാട് അങ്ങനെ എളുപ്പം അതിലൊരു താരതമ്യം കണ്ടെത്താൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിശ്ചയിക്കുന്നത്. ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് അല്ലെ ഹെഡ് ഓഫ് ദ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലാണ് അവിടെ നിശ്ചയിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ബംഗാളിലെ SIR മാതിരിയാണ് കേരളത്തിലെ SIR എന്ന് CPIMന് അഭിപ്രായമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ബംഗാളിലെ SIRനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിയിട്ടുണ്ട്. കോടതിയിൽ, സുപ്രീം കോടതിയിൽ അത് എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 90 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 25 ലക്ഷം ആളുകൾ മാറ്റി നിർത്തപ്പെട്ടത് ഈ പറയുന്ന സാധാരണ നമ്മൾ കാണുന്ന ആബ്സെൻറ്റ്, ഡബ്ലിംഗ്, ഡെഡ് ഈ പറയുന്ന ഒരു കാറ്റഗറിയിലും പെടാതെ എന്താണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ടുള്ള വിചിത്രമായൊരു കാരണം കൊണ്ടുവന്നിട്ടാണ് 27 ലക്ഷത്തോളം 25നും 27 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മാറ്റി നിർത്തപ്പെട്ടത്. അതിനെതിരെ അതാണ് സുപ്രീം കോടതിയിൽ ഏറ്റവും വലിയ വാദത്തിനിടയായത്. അതിനുശേഷമാണ് സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ നിശ്ചയിക്കുന്നത്. ആ ട്രിബ്യൂണൽ ഇവിടെ വന്നിട്ട് സിറ്റിങ്സ് നടത്തേണ്ടത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. എനിക്ക് 6000 പേരോ മറ്റോ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ ഇറങ്ങിക്കളിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ ഒരു ആരോപണം വ്യാപകമായി ഉയരുകയും ചെയ്തതാണ് ബംഗാളിലെ SIR ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ SIR ആണ് BJPയുടെ വിജയത്തിന് കാരണമായത് എന്ന വിമർശനം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു SIR നടത്തിയ ശേഷം ആ SIRന് ശേഷം BJP വിജയിക്കുന്നു. ആ SIR പ്രോസസ്സിന് നേതൃത്വം കൊടുത്ത ആളെ ചീഫ് സെക്രട്ടറി ആക്കി. അതിനെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് CPM പറയുന്നതെങ്കിൽ അത് തെറ്റായ താരതമ്യമാണ്. ഇനി അതേപോലെയാണെന്നാണ് CPMൻ്റെ വാദമെങ്കിൽ കേരളത്തിലെ SIR ബംഗാളിലെ SIR പോലെയാണ് എന്നവർ പറയണം. പക്ഷേ ഇതുവരെ അവരത് പറഞ്ഞിട്ടില്ല.